ക്രിസ്മസുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നും ഇത് ഭയപ്പെടുന്ന കാര്യമാണെന്നും സീറോ മലബാർ സഭ വക്താവ് ഫാദർ ടോം ഓലിക്കരോട്ട് ജനാധിപത്യ ബോധമുള്ള എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിൽ സീറോ മലബാർ സഭ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും ടോം ഓലിക്കോട്ട് പറഞ്ഞു. ഭാഗത്തും ക്രൈസ്തവർ ക്രിസ്മസ് വളരെ ഭംഗിയായി ആഘോഷിച്ചിട്ടുണ്ട്, വളരെ സുരക്ഷിതമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഒറ്റതിരിഞ്ഞ സംഭവങ്ങൾ ക്രൈസ്തവരുടെ ആരാധനകൾക്കു നേരെയും ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ സാന്റാക്ലോസ് പോലെയുള്ള ക്രിസ്മസിന്റെ ചില പ്രതീകങ്ങൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും അങ്ങനെയുള്ള ഒറ്റപ്പെട്ട പ്രതികരണങ്ങളും സംഘർഷങ്ങളും ഈ അടുത്തായിട്ട് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും നമ്മളെ വരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഭാരതത്തിൽ പൊതുവെ ക്രൈസ്തവർ സുരക്ഷിതമായി ക്രിസ്മസ് ആഘോഷിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് നമ്മൾ പറയുന്നതിന്റെ ഫ്രീക്വൻസി. ആര്യ വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. ആര്യ, എന്താണ് സീറോ മലബാർ സഭ ഇക്കാര്യത്തിൽ പറയുന്നത്? അജിൻ, സീറോ മലബാർ സഭയുടെ വക്താവായ ഫാദർ ടോം ഓലിക്കരോട്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായത്. ഇങ്ങനെയുള്ള ഇത്തരം സംഘർഷങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് വളരെയധികം ഭയപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. ജനാധിപത്യ ബോധമുള്ള എല്ലാവരെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഈ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ക്രിസ്മസ് ദിനത്തിൽ പോലും, ക്രിസ്മസ് രാത്രിയിൽ പോലും ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അതുപോലെ തന്നെ കരോൾ സംഘത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. അത് സീറോ മലബാർ സഭ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായത്. ഭരണാധികാരികൾ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നും പറയുകയുണ്ടായി. അതുപോലെ തന്നെ അടിച്ചമർത്താമെന്ന ചിന്തയുണ്ടെങ്കിൽ കൂടുതൽ വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ ഒരു കരോൾ സംഘത്തിലെ കുട്ടികളെ ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിച്ച സംഭവത്തിലും നമ്മുടെ നേതാക്കന്മാരുടെ പക്വതയില്ലാത്ത പെരുമാറ്റം പലപ്പോഴും അണികൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള തീവ്രമായ ആശയങ്ങൾ നമ്മുടെ സെക്യുലർ സ്പിരിറ്റിനെ നശിപ്പിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായത്.